നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇനി വരുന്ന ദിവസങ്ങൾ പ്രധാനമായും ഓണക്കാലം വെള്ളത്തിലാകുമോ എന്ന സംശയമാണ് ജനങ്ങൾക്കുള്ളത്. കാരണം ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടു. ഇനിയുള്ള ദിവസങ്ങളിൽ ഒരാഴ്ചക്കാലത്തേക്ക് കേരളത്തിൽ പരക്കെ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് അടുത്ത ഒരാഴ്ച മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ ആന്ധ്ര ഒഡീഷ തീരത്തിന് സമീപത്തായി പുതിയൊരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്നു. കേരളത്തിൽ നിലവിലെ ഒറ്റപ്പെട്ട മഴ അതുപോലെ തുടരും. എന്നാൽ ന്യൂനമർദ്ദത്തിന്റെ ഫലമായി ശനി ഞായർ ദിവസങ്ങൾക്ക് ശേഷം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് മഴ പെയ്തേക്കുമെന്നാണ് സൂചന. ഏറ്റവും പ്രധാനമായി വടക്കൻ കേരളത്തിൽ കൂടുതൽ മഴ പെയ്യാനുള്ള സാധ്യത ഏറ്റവും അധികം കൂടുതലാണ്. തീരദേശ വടക്കൻ ആന്ധ്രാപ്രദേശിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴി ഇന്ന് ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതുതന്നെയാണ് കേരളത്തിൽ മഴ സജീവമാകാനുള്ള കാരണവും. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത കുറവാണെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇതുകൂടാതെ രാജസ്ഥാന് മുകളിൽ സ്ഥിതി ചെയ്തിരുന്ന ന്യൂനമർദ്ദം ചക്രവാത ചുഴിയായി ശക്തി കുറഞ്ഞിട്ടുണ്ട്. മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ ന്യൂനമർദ്ദം ഒമാൻ തീരത്തിന് സമീപത്തേക്ക് ചക്രവാത ചുഴിയായി ശക്തി കുറഞ്ഞിട്ടുമുണ്ട്. കേരളത്തിൽ അടുത്ത 7 ദിവസം വ്യാപകമായി നേരിയ അല്ലെങ്കിൽ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ സെപ്റ്റംബർ 8 ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതേസമയം കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തന്നെ പറയുന്നുണ്ട്. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇതിന്റെ ഭാഗമായി യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 8-ാം തീയതി കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. 9-ാം തീയതി വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഇതിലൂടെ പറയുന്നത്. 24 മണിക്കൂറിൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് പറയുന്നതും. കൂടാതെ ജനങ്ങൾക്ക് കൃത്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അപകട മേഖലകളിൽ നിന്നും അധികൃതർ നിർദ്ദേശം നൽകിയാൽ അതനുസരിച്ച് മാറി താമസിക്കാൻ തയ്യാറാകണം. മത്സ്യബന്ധന യാനങ്ങൾ, ബോട്ട്, വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി തന്നെ കെട്ടിയിട്ട് സൂക്ഷിക്കുക. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കും. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷയും ഇതോടൊപ്പം തന്നെ ഉറപ്പാക്കുക. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കാനും ശ്രദ്ധിക്കുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.